വിശ്വാസികളുടെ ഇടയിൽ വ്യാജ ഉപദേഷ്ടാക്കൾ വരുമെന്ന് പത്രോസ് മുന്നറിയിപ്പ് നൽകുന്നു. വിശ്വാസത്തെ നശിപ്പിക്കുന്ന തെറ്റായ പഠിപ്പിക്കലുകൾ അവർ രഹസ്യമായി കൊണ്ടുവരും. അവരെ രക്ഷിച്ച യേശുവിനെ പോലും അവർ നിഷേധിക്കും. അവർ നിമിത്തം പലരും പാപത്തിലേക്ക് നയിക്കപ്പെടും. സത്യത്തിനെതിരെ സംസാരിക്കപ്പെടും. ഈ വ്യാജ ഉപദേഷ്ടാക്കൾ അത്യാഗ്രഹികളാണ്. ആളുകളെ കബളിപ്പിക്കാൻ നുണകൾ ഉപയോഗിക്കുന്നു. എന്നാൽ ദൈവം എല്ലാം കാണുന്നു. അവരുടെ ശിക്ഷ വരുന്നു. പത്രോസ് നമ്മെ മുൻകാല ഉദാഹരണങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം വെറുതെ വിട്ടില്ല. നോഹയുടെ കാലത്ത് അവൻ ലോകത്തിന് ന്യായവിധി വരുത്തി. പക്ഷേ നോഹയെ രക്ഷിച്ചു. അവൻ സൊദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചു. പക്ഷേ നീതിമാനായ ലോത്തിനെ രക്ഷിച്ചു. ദൈവം ദൈവഭക്തരെ രക്ഷിക്കുകയും ദുഷ്ടന്മാരെ ശിക്ഷിക്കുകയും ചെയ്യുന്നുവെന്ന് ഇത് കാണിക്കുന്നു. വ്യാജ ഉപദേഷ്ടാക്കൾ ധീരരും അഹങ്കാരികളുമാണ്. അവർ മനസ്സിലാക്കാത്ത കാര്യങ്ങളെ അപമാനിക്കുന്നു. അവർ നശിപ്പിക്കപ്പെടുന്ന കാട്ടുമൃഗങ്ങളെപ്പോലെയാണ്. അവർ പകൽ സമയത്ത് പോലും ആനന്ദത്തിനായി ജീവിക്കുന്നു. അവർ പാപം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. തെറ്റ് ചെയ്യുന്നത് നിർത്താൻ കഴിയില്ല. അവർ മറ്റുള്ളവരെ ശരിയായ പാതയിൽ നിന്ന് അകറ്റുന്നു. ബിലെയാമിനെപ്പോലെ അവർ ദൈവത്തേക്കാൾ പണത്തെ സ്നേഹിക്കുന്നു. അവർ വറ്റിപ്പോയ കിണറുകളും കൊടുങ്കാറ്റുള്ള മേഘങ്ങളും പോലെയാണ്. അവർ അഹങ്കാരവും മണ്ടത്തരവുമായ വാക്കുകൾ സംസാരിക്കുന്നു. അവർ മറ്റുള്ളവരെ പാപകരമായ ആഗ്രഹങ്ങളാൽ പ്രലോഭിപ്പിക്കുന്നു. അവർ സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ അവർ പാപത്തിന്റെ അടിമകളാണ്. ഒരിക്കൽ യേശുവിനെ അറിഞ്ഞിരുന്നെങ്കിലും പാപത്തിലേക്ക് തിരികെ പോയ ആളുകൾ വലിയ അപകടത്തിലാണ്. അവർ ഒരിക്കലും സത്യം അറിഞ്ഞിരുന്നില്ലെങ്കിൽ നന്നായിരുന്നു.